ഈശംശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്ഷാരബുധനും ചാരബുധനും ഒന്നാണോ? സംശയമല്ലേ? എന്നാൽ അത് രണ്ടും രണ്ടാണ്. ക്ഷാരബുധൻ എന്ന് പറയുന്നത് വിഭൂതി തിരുനാൾ. ചാരബുധൻ എന്ന് പറഞ്ഞാൽ സ്പൈ ബുധൻ, അതായത് പെസഹ വ്യാഴാഴ്ചയുടെ തലേ ദിവസമാണ് ചാരബുധൻ, അതായത് സ്പൈ ബുധൻ, സ്പൈ വെനസ്ഡേ എന്നറിയപ്പെടുന്നത്. യൂദാസ്കറിയോത്ത ഒറ്റിക്കൊടുക്കാൻ വിലപേശാൻ യഹൂദ പ്രമാണികളുടെ അടുത്ത് ചെല്ലുന്ന ആ ഒരു ദിവസമാണ് ചാരബുധൻ എന്നറിയപ്പെടുന്നത്. പലപ്പോഴും നമ്മൾക്ക് പല ദിവസങ്ങളെപ്പറ്റിയും ദുഃഖാഴ്ചയിലെ പല ദിവസങ്ങളെപ്പറ്റിയും അറിയാതെ പോകുന്നുണ്ട്. ഞാൻ വിഭൂതി തിരുനാളിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിരുന്നു, നിങ്ങളത് വായിച്ചിരുന്നു. അതുപോലെ തന്നെയാണ് ഞാനിപ്പോൾ തരുന്നത്. കൊഴുക്കട്ട ശനിയാഴ്ചയെപ്പറ്റി എനിക്ക് നിങ്ങൾക്ക് നൽകാം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ എൻ്റെ മദറിൻലോ മരിച്ചത് കൊണ്ട് ഞാൻ 1.5 ആഴ്ചയോളം വീഡിയോ ചെയ്യാതെയായി. ആയതിനാലാണ് നിങ്ങൾ കൃത്യസമയത്ത് ഇതൊന്നും നൽകാനാവാഞ്ഞത്. ക്ഷമിക്കണേ. എങ്കിലും ഇതൊന്നും പഴയതല്ല, പുരാതനവുമല്ല, എപ്പോഴും ആവശ്യമായ അറിവുകൾ തന്നെയാണ്. ആയതുകൊണ്ട് കൊഴുക്കട്ട ശനിയാഴ്ച മുതലുള്ള ചരിത്രങ്ങളിലേക്ക് നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. കൊഴുക്കട്ട ശനിയാഴ്ച, ഓശാന ഞായറാഴ്ച, വലിയ തിങ്കളാഴ്ച, വലിയ ചൊവ്വാഴ്ച, വലിയ ബുധനാഴ്ച, പെസഹ വ്യാഴാഴ്ച, ദുഃഖവെള്ളിയാഴ്ച, ദുഃഖശനിയാഴ്ച, ഈസ്റ്റർ ഞായറാഴ്ച, ഇത്രയും ദിവസങ്ങളെപ്പറ്റി നിങ്ങൾക്ക് നൽകുകയാണ്. ഇന്നത്തേക്ക് വേണ്ടി മാത്രമല്ല, എന്നത്തേക്കും. ഓക്കെ, ഏവർക്കും വീണ്ടും ഈശ്വമിശിഹായിരിക്കട്ടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുക. പാശ്ചാത്യ സഭയിൽ കൊഴുക്കട്ട ശനിയാഴ്ച ആചാരം ഇന്ത്യയിലാണ്, പ്രത്യേകിച്ച് കേരളത്തിലാണ് ഈ നോയമ്പിന്റെ 41-ാം ദിവസത്തെ കൊഴുക്കട്ട ശനി. കേരളത്തിലെ പുരാതന ക്രിസ്ത്യാനികളായ സുറിയാനി സഭയുടെ അനുഗ്രഹം തന്നെയാണ് നാം ഇന്ന് നുണയുന്ന കൊഴുക്കട്ടയുടെ മാധുര്യം. കൊഴുക്കട്ട ശനിയെ ലാസർ ശനി എന്ന് വിളിക്കാറുണ്ട്. ലാസറിനെ ഉയർപ്പിക്കലും മാർത്താ മറിയം യേശുവിന് തൈലാഭിഷേകം നടത്തിയതും കുഴച്ച മാവ് കൊണ്ട് യേശുവിന് നൽകിയ പലഹാരത്തിനെയും യേശുവിന്റെ 40 ദിവസത്തെ ഉപവാസത്തോട് ബന്ധപ്പെടുത്തിയുള്ള 40 നോമ്പ് ആചരണത്തിന്റെ അവസാനവും ഈശോയുടെ പീഡാസഹന ആഴ്ച തുടങ്ങുന്ന ഓശാന ഞായറാഴ്ചയുടെ മുൻ ദിവസവുമാണ് ഈ നോൻപ് മുറിയുടെ ദിവസമായ ശനി. പുരാതന ക്രിസ്ത്യാനികൾ വലിയ നോമ്പിന്റെ 41-ാം നാൾ പരമ്പരാഗതമായി ആചരിക്കുന്ന ദിനം തന്നെയാണ് കൊഴുക്കട്ട ശനി. 50 നോമ്പിന്റെ ആദ്യ 40 ദിവസങ്ങളിൽ ഈശോ മരുഭൂമിയിൽ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചതിനെയും പിന്നീടുള്ള 10 ദിവസങ്ങൾ ഈശോയുടെ പീഡാസഹനത്തെയും ഓർത്ത് ക്രിസ്ത്യാനികൾ നോമ്പനുഷ്ഠിക്കുന്നു. കർത്താവ് 40 ദിവസങ്ങൾക്ക് ശേഷം ഉപവാസം അവസാനിപ്പിച്ചതിനെ ഓർത്ത് ക്രൈസ്തവരും 41-ാം ദിവസം നോമ്പ് വീടുകയാണ്. എന്നാൽ പിന്നീടുള്ള കർത്താവിന്റെ പീഡാനുഭവത്തെ ഓർത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നത് കൊണ്ട് അതുവരെ അനുഷ്ഠിച്ചു വന്ന നോമ്പിന്റെ തീഷ്ണത ഒട്ടും തന്നെ കുറക്കാതെ നോമ്പ് വീടുന്നതിനാണ് കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്. കൊഴു എന്നാൽ മഴു എന്നർത്ഥം. ഭൂമി എന്നതുപോലെ അസ്ഥികൾ ക്ഷയിക്കപ്പെട്ടു. സങ്കീർത്തനം 141:7. ഈ വചനം ഉപയോഗിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് കൊഴുക്കട്ട എന്ന ഈ പലഹാരത്തിന് പേരുണ്ടായത്. ലാസറിന്റെ ശനി എന്നും ഈ ദിവസത്തിന് അറിയപ്പെടുന്നുണ്ട് എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. ജെറുസലേമിലേക്കുള്ള യാത്രക്കിടയിൽ ഈശോ താൻ ഉയർപ്പിച്ച ബെഥനിയയിലെ ഭവനത്തിൽ ലാസറിന്റെ സഹോദരിമാരായ മാർത്തയും മറിയവും തിടുക്കത്തിൽ മാവ് കുഴച്ച് ഈശോയ്ക്ക് തയ്യാറാക്കി നൽകിയ ഭക്ഷണത്തിന്റെ ഓർമ്മയ്ക്ക് കൂടിയാണ് പുരാതന കാലം മുതലേ കേരളത്തിലെ നസ്രാണികൾ ഓശാന ഞായറിന്റെ തലേ ദിവസം കൊഴുക്കട്ട തയ്യാറാക്കിയിരുന്നതെന്നും പറയപ്പെടുന്നുണ്ട്. അനുഭവ ചരിത്രത്തിൽ ഈശോയെ എറിയാൻ ഉപയോഗിച്ച
കല്ലുകളെ അനുസ്മരിപ്പിക്കുന്നതാണ് കൊഴുക്കട്ട എന്ന് ഒരു വിശ്വാസമുണ്ട്. ഈശോയെ തൈലാഭിഷേകം നടത്താൻ ഭക്ത സ്ത്രീകൾ കരുതി വെച്ച സുഗന്ധദ്രവ്യങ്ങൾ അടക്കം ചെയ്ത പാത്രത്തെ സൂചിപ്പിക്കുന്നതാണ് മധുരം അകത്ത് ചേർത്ത കൊഴുക്കട്ട എന്നതാണ് മറ്റൊരു വിശ്വാസം. പലഹാരമുണ്ടാക്കുന്നയാളുടെ കൈവിരൽപ്പാടുകൾ കൊഴുക്കട്ടയിൽ ഉണ്ടാവണമെന്നാണ് പൂർവികർ പറഞ്ഞിരുന്നത്. ലത്തീൻ സഭയെ സംബന്ധിച്ചിടത്തോളം ക്ഷാരബുധൻ, അതായത് വിഭൂതി തിരുനാൾ തൊട്ട് കൊഴുക്കട്ട ശനി വരെ 37 ദിവസങ്ങളെ ആയിട്ടുള്ളൂവെങ്കിലും സുറിയാനി സഭയിൽ ഇത് 41ാമത്തെ ദിനം ആവുകയാണ്. പുരാതനമായ വിശ്വാസങ്ങളെ കാത്തു സംരക്ഷിക്കുന്നതിന് കൂടുതൽ പ്രാധാന്യം നൽകുന്നത് സുറിയാനി സഭ തന്നെയാണ്. കൊഴുക്കൊട്ടൈ എന്നത് തമിഴ് ഭാഷയിൽ നിന്നുള്ള ഒരു പദമാണ്. തമിഴിൽ കൊഴുക്കട്ടൈ എന്നത് മാധുര്യമുള്ളതോ രുചികരമോ ആയ ചേരുവകകൾ കൊണ്ട് നിറച്ച ഒരു തരം ആവിയിൽ വേവിച്ച അരി ഡംപ്ലിങ്ങിനെയാണ് സൂചിപ്പിക്കുന്നത്. തമിഴ്നാട്ടിലും തമിഴ് സംസാരിക്കുന്ന മറ്റു പ്രദേശങ്ങളിലും ഈ വാക്ക് സാധാരണയായി ഉപയോഗിക്കപ്പെടുന്നു. ക്രിസ്ത്യൻ ജനസംഖ്യ കൂടുതലുള്ള വിവിധ രാജ്യങ്ങളിൽ ലാസർ ശനിയാഴ്ച ആഘോഷിക്കുന്നു. കൊഴുക്കട്ടയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കൊഴുക്കട്ട ശനിയും ആചരിക്കുന്നുണ്ട്. പല രാജ്യങ്ങളിലും ലാസറിന്റെ വലിയ നോമ്പിന്റെ അവസാനവും വിശുദ്ധ വാരത്തിന്റെ തുടക്കവുമാണ്. പൗരസ്ത്യ സഭയുടെ സമ്മാനമാണ് കൊഴുക്കട്ട ശനി. കേരളത്തിൽ പ്രത്യേകിച്ച് സെന്റ് തോമസ് ക്രിസ്ത്യൻ സമൂഹത്തിൽ പ്രധാനമായും ആചരിക്കുന്ന ഒരു സവിശേഷ പാരമ്പര്യമാണ് കൊഴുക്കട്ട ശനി. കേരളത്തിലെ ക്രൈസ്തവർ ഏതെല്ലാം രാജ്യങ്ങളിലുണ്ടോ അവിടങ്ങളിലെല്ലാം കൊഴുക്കട്ടയും ഉണ്ട്. 1969 മുതൽ കത്തോലിക്കർ ഈസ്റ്ററിന് മുമ്പുള്ള വ്യാഴാഴ്ചയാണ് നോമ്പുകാലം അവസാനിപ്പിക്കുന്നത്. ഇത് വിശുദ്ധ വ്യാഴാഴ്ച അല്ലെങ്കിൽ മൗണ്ടി വ്യാഴാഴ്ച എന്നറിയപ്പെടുന്നു. എന്നിരുന്നാലും പരമ്പരാഗതമായി നോൻപുകാലം വിശുദ്ധ ആഴ്ചയിൽ ഈസ്റ്ററിന്റെ തലേദിവസമായ വിശുദ്ധ ശനിയാഴ്ച പാശ്ചാത്യ സഭകളിൽ ഓശാന ഞായർ മുതൽ വിശുദ്ധവാരം തുടങ്ങും. എന്നാൽ പൗരസ്ത്യ സഭകളിൽ ലാസർ ശനിയാഴ്ച, അതായത് കൊഴുക്കട്ട ശനി സന്ധ്യ മുതൽ ആണ് വിശുദ്ധവാരം തുടങ്ങുന്നതും. യഹൂദിയെ സംബന്ധിച്ചിടത്തോളം ദിവസം തുടങ്ങുന്നത് സന്ധ്യ മുതൽ സന്ധ്യ വരെയാണ്. നോമ്പിന്റെ സമയവും സന്ധ്യ മുതൽ സന്ധ്യ വരെയാണ്. സീറോ മലബാർ സഭയുടെ നോമ്പ് തുടങ്ങുന്നത് ഞായറാഴ്ച സന്ധ്യ മുതലാണ്. ക്ലീൻ മൺഡേ എന്ന് പറയുന്ന ആ ഒരു ദിവസത്തിന്റെ തലേ ദിവസമായ ഞായറാഴ്ച സന്ധ്യ മുതൽ. ഉൽപ്പത്തി പുസ്തകത്തിൽ പ്രപഞ്ച സൃഷ്ടിയിൽ പറയുന്നത് അങ്ങനെ സന്ധ്യയായി ഉഷസായി 1-ാം ദിവസം 2-ാം ദിവസം എന്നിങ്ങനെയല്ലേ. ഓശാന ഞായറാണ് വിശുദ്ധ വാരം തുടങ്ങുന്നത് എന്ന് എല്ലാവർക്കും അറിവുള്ളതാണല്ലോ. നമ്മൾക്ക് ഓശാന ഞായർ മുതൽ ഈസ്റ്റർ വരെയുള്ള ചടങ്ങുകൾ വളരെ ചുരുക്കത്തിൽ അറിയാം. പീഡാനുഭവ ഞായർ അല്ലെങ്കിൽ ഓശാന ഞായർ എന്ന് വിളിക്കപ്പെടുന്ന തപസ് കാലം അവസാന ഞായറാഴ്ചയോടെയാണ് റോമൻ കത്തോലിക്ക സഭ വിശുദ്ധവാരം ആരംഭിക്കുന്നത്. 1955 വരെ ഓശാന ഞായർ എന്ന് മാത്രമാണ് ഈ ദിവസം അറിയപ്പെട്ടിരുന്നത്. അക്കാലത്ത് തപസ് കാലം അവസാനത്തെ 2 ആഴ്ചകളാണ് പീഡാനുഭവ കാലമായിട്ട് ആചരിച്ചിരുന്നതും. പീഡാനുഭവ കാലം ആദ്യ ഞായർ പീഡാനുഭവ ഞായറെന്നും, അതായത് നമ്മൾ ലാസർ ഞായറാഴ്ചയായി കരുതുന്ന ആ ദിവസമാണ് പീഡാനുഭവ ഞായർ 1-ാം ഞായർ. 2-ാം ഞായർ ഓശാന ഞായറായും ആചരിച്ചു പോന്നിരുന്നു. ഹോസാന അല്ലെങ്കിൽ ഓശാന ഞായർ തന്റെ പെസഹ രഹസ്യങ്ങളുടെ പൂർത്തീകരണത്തിനായി യേശു നടത്തിയ ജെറുസലേം രാജകീയ പ്രദക്ഷിണം അനുസ്മരിച്ചുകൊണ്ട് അന്നേ ദിവസം കുർബാനയ്ക്ക് മുൻപ് വിശ്വാസികൾ വ്യഞ്ചരിച്ച കുരുത്തോലകൾ അല്ലെങ്കിൽ ഒലീവ്, വില്ലിലോ എന്നീ മരങ്ങളുടെ ശാഖകൾ, പന, തെങ്ങ് എന്നീ മരങ്ങളുടെ കൂമ്പ്, അതായത് കുരുത്തോല, പ്രാദേശിക വൃക്ഷങ്ങളുടെ ശാഖകൾ എന്നിവയും ഉപയോഗിക്കാറുണ്ട്. ഓശാന ഞായറിനെ പറ്റിയും കുരുത്തോലയെ പറ്റിയും വിശദമായി ഒരു വീഡിയോ നൽകുന്നതാണ്. കുരുത്തോലയും കയ്യിലേന്തി പ്രദക്ഷിണമായി ദേവാലയത്തിലേക്ക് പ്രവേശിക്കുന്നു. ദേവാലയത്തിന് പുറത്ത് പ്രത്യേകമായി സജ്ജീകരിച്ച ഇടത്ത് വെച്ചാണ് കുരുത്തോലകൾ കാർമ്മികൻ വെഞ്ചരിക്കുന്നത്. യേശു കഴുതപ്പുറത്ത് കയറി ജെറുസലേമിൽ പ്രവേശിച്ചതും ഓശാന പാടിയും മരശിഖരങ്ങൾ നിരത്ത് വിരിച്ചും വസ്ത്രങ്ങൾ വിരിച്ചും
വസ്ത്രങ്ങൾ എന്നാൽ ഉടുവസ്ത്രമല്ല, മേൽവസ്ത്രമാണ് വിരിക്കുന്നത്. അത് രാജാവിനെ അംഗീകരിക്കുന്നു എന്നതിൻ്റെ അടയാളമായിട്ടാണ്. അതായത് തങ്ങളെക്കാൾ ഉന്നതിയിലുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ വിരിക്കുന്നത്. മേൽവസ്ത്രങ്ങൾ ഇല്ലാത്തവരാണ് മരങ്ങളുടെ ചില്ലകൾ നിലത്ത് വിരിച്ച് നൽകിയത്. ജനങ്ങൾ യേശുവിനെ എതിരേറ്റതും അടങ്ങുന്ന സുവിശേഷ ഭാഗം ഈ സമയത്ത് വായിക്കപ്പെടുന്നു. തുടർന്ന് വിശ്വാസികളും കാർമ്മികരും ദേവാലയത്തിൽ പ്രവേശിച്ച് ബലിയർപ്പിക്കുന്നു. ദിവ്യബലി മധ്യേയുള്ള സുവിശേഷ വായന യേശുവിന്റെ പീഡാനുഭവവും കുരിശുമരണവും വിവരിക്കുന്ന സമാന്തര സുവിശേഷങ്ങളിൽ നിന്നുള്ള ഭാഗങ്ങൾ ആയിരിക്കും. പീഡാനുഭവ വായന എന്നാണ് ഇതിനെ വിളിക്കുന്നതും. വിശുദ്ധ വാരത്തിൽ തിങ്കൾ, ചൊവ്വ, ബുധൻ എന്നീ ദിവസങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകളോ ആചരണങ്ങളോ ഇല്ലെങ്കിലും വലിയ തിങ്കളാഴ്ച വിശുദ്ധ തിങ്കൾ, വലിയ ചൊവ്വാഴ്ച വിശുദ്ധ ചൊവ്വ, വലിയ ബുധനാഴ്ച വിശുദ്ധ ബുധൻ എന്നാണ് അറിയപ്പെടുന്നത്. സാധാരണ അർപ്പിക്കപ്പെടുന്ന കുർബാന ഈ ദിവസം വലിയ ബുധൻ അല്ലെങ്കിൽ സ്പൈ ബുധൻ എന്നാണ് പറയുക. അതായത് ചാരബുധൻ, ക്ഷാരമല്ല. വിഭൂതി തിരുനാളിലെ ക്ഷാരബുധൻ എന്നും ഈ വലിയ ബുധനെ ചാരബുധൻ എന്നാ പറയാ. അതായത് സ്പൈ ബുധൻ. യേശു ക്രിസ്തുവിനെ യൂദാസ് 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്തതിനെ അനുസ്മരിക്കുന്ന വിശുദ്ധ വാരത്തിലെ പ്രധാന ദിവസമാണ് വലിയ ബുധനാഴ്ച. ഈ ദിവസം യേശുവിന്റെ പീഡാനുഭവത്തിന്റെ തുടക്കമായി കണക്കാക്കപ്പെടുന്നു. വലിയ ബുധനാഴ്ച ചതിയുടെ ദിവസമാണ്. യേശുവിനെ ഒറ്റിക്കൊടുക്കാൻ യൂദാസ് കറിയോത്ത പുരോഹിതന്മാരുമായി വിലപേശിയ ദിവസമായി ഇതിനെ കണക്കാക്കപ്പെടുന്നു. ക്രിസ്തീയ പാരമ്പര്യത്തിൽ വിശുദ്ധ വാരത്തിലെ പ്രത്യേക പ്രാർത്ഥനകളും പീഡാനുഭവ വായനകളും ഈ ദിവസവും നടക്കുന്നു. വലിയ ബുധനാഴ്ച വൈകുന്നേരം മുതൽ വിശുദ്ധ വാര ത്രിസന്ധ്യാ ജപം ആരംഭിക്കുന്നു. മിശിഹ നമുക്ക് വേണ്ടി മരണത്തോളം കീഴ്വഴങ്ങി എന്ന പ്രാർത്ഥനയോടെയാണ് ഇത് തുടങ്ങുന്നത്. ഉപവാസം, പ്രാർത്ഥന, ധ്യാനം എന്നിവയിലൂടെ യേശുവിന്റെ പീഡാനുഭവങ്ങളിൽ പങ്കുചേരുന്നു. പാശ്ചാത്യ ക്രിസ്തുമതത്തിൽ ഇതിനെ സ്പൈ ബുധൻ, കിഴക്കൻ ക്രിസ്തുമതത്തിൽ ഇത് മഹത്തായതും വിശുദ്ധവുമായ ബുധനാഴ്ച എന്നാണ് അറിയപ്പെടുന്നത്. പെസഹ വ്യാഴാഴ്ച ദേവാലയങ്ങളിൽ രാവിലെ ദിവ്യബലി ഉണ്ടായിരിക്കില്ല. എന്നാൽ അന്നേ ദിവസം രാവിലെ ഒരു രൂപതയിലെ എല്ലാ രൂപതാ വൈദികരും സന്യസ്ത വൈദികരും രൂപത അധ്യക്ഷന്റെ കൂടെ ദിവ്യബലി അർപ്പിക്കുന്നു. അടുത്ത വർഷത്തേക്ക് ഉപയോഗിക്കാനുള്ള വിശുദ്ധ തൈലങ്ങൾ ഈ ദിവ്യബലി മധ്യയാണ് ആശീർവദിക്കുന്നത്. അഭിഷിക്ത തൈലം, അതായത് ക്രിസം, അഭിഷിക്ത തൈലത്തിന്റെ ആശീർവാദവും ഇതോടൊപ്പം നടക്കുന്നതിനാൽ ഈ പെസഹ വ്യാഴാഴ്ച രാവിലെ രൂപതയിൽ വെച്ച് നടക്കുന്ന ദിവ്യബലിക്ക് ക്രിസം മാസ് എന്നാണ് പേരും. ഈ വിശുദ്ധ തൈലത്തെ വിളിക്കുന്നത് ക്രിസം എന്നാണ്, അല്ലെങ്കിൽ മൂറം. ശുദ്ധമായ ഒലിവെണ്ണയും ബാൽസം എന്ന സുഗന്ധ തൈലവും ചേർത്താണ് ക്രിസം ഉണ്ടാക്കുന്നത്. ഒലിവ് എണ്ണ എന്നത് ശക്തിയെ പ്രതീകപ്പെടുത്തുകയാണ്. ബാൽസം എന്നത് ക്രിസ്തുവിൻ്റെ സുഗന്ധം. ഈ രണ്ടും ചേരുമ്പോഴാണ് ക്രിസം ഓയിൽ ഉണ്ടാകുന്നത്. മാമോദിസ, സ്തൈലേപനം, തിരുപ്പട്ടം എന്നീ കൂദാശകൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. എന്നാൽ രോഗീലേപനത്തിന് ഇതല്ല ഉപയോഗിക്കുന്നത്. രോഗിയുടെ അഭിഷേക കൂദാശയിൽ ക്രിസ്തു ദീക്ഷയ്ക്കും പ്രതിഷ്ഠയ്ക്കും ഉപയോഗിക്കുമ്പോൾ ബാൽസം ചേർക്കാത്ത ശുദ്ധമായ ഒലിവെണ്ണയാണ് രോഗികളുടെ അഭിഷേക ശുശ്രൂഷയ്ക്ക് ഉപയോഗിക്കുന്നത്. തലയിൽ, നെറ്റിയിൽ, കൈകളിൽ, സ്നാനത്തിന്, സ്ഥിരീകരണത്തിന്, വിശുദ്ധ കൽപ്പനകൾ, അതായത് പുരോഹിതന്റെ കൈകളിൽ, ബലിപീഠങ്ങൾ, പള്ളിയുടെ സമർപ്പണം എന്നിവയിൽ ക്രിസം ഉപയോഗിക്കുന്നു. സഭാമക്കൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നൽകുന്നതിനും ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഉറപ്പിക്കുന്നതിനും വേണ്ടിയാണ് ഈ തൈലം നെറ്റിയിലും മറ്റവയവങ്ങളിലും. കത്തോലിക്ക, ഓർത്തഡോക്സ്, ആംഗ്ലിക്കൻ എന്നീ സഭകളിൽ കൂദാശകൾക്കായി ഉപയോഗിക്കുന്ന തൈലമാണ് ക്രിസം പുരട്ടുന്നത്. പെസഹ വ്യാഴാഴ്ചയാണ് ഈ തൈലം വെഞ്ചരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ക്രൈസ്തവ വിശ്വാസത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെ, സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്
ഈ തൈലാഭിഷേകം ആയ ക്രിസം എന്ന വാക്ക് എങ്ങനെ വന്നു എന്നറിയാം. ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം അഭിഷിക്തൻ എന്നാണല്ലോ. ഈ അഭിഷേകത്തിന് ഉപയോഗിക്കുന്നതിനാലാണ് ഇതിനെ ക്രിസം എന്ന് വിളിക്കുന്നത്. റോമൻ കത്തോലിക്ക ദേവാലയങ്ങളിൽ പെസഹ വ്യാഴാഴ്ച വൈകുന്നേരമാണ് വിശുദ്ധ കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. അന്ന് വൈകുന്നേരം ചൊല്ലുന്ന യാമപ്രാർത്ഥനയോടുകൂടി ഈസ്റ്റർ ത്രിദിനം, പെസഹ ത്രിദിനം ആരംഭിക്കും. ദുഃഖ വെള്ളിയാഴ്ച, വലിയ ശനിയാഴ്ച, ഈസ്റ്റർ എന്നിവ ചേരുന്നതാണ് ഈസ്റ്റർ ത്രിദിനം. എങ്കിലും ആരാധനാക്രമം അനുസരിച്ച് തലേദിവസം വൈകുന്നേരം ചൊല്ലുന്ന യാമപ്രാർത്ഥന മുതലാണ് ഒരു പ്രധാനപ്പെട്ട ദിനങ്ങൾ ആരംഭിക്കുന്നത് എന്നതിനാലാണ് പെസഹ വ്യാഴാഴ്ച വൈകുന്നേരം മുതൽ ഈസ്റ്റർ ത്രിദിനം ആരംഭിക്കുന്നത്. ഇതിനു മുമ്പായി പറഞ്ഞു കഴിഞ്ഞു, സന്ധ്യ മുതലാണ് ഒരു ദിവസം യഹൂദന്മാർക്ക് ആരംഭിക്കുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ആരാധനക്രമത്തിലും ആ സന്ധ്യ വെച്ചിട്ടാണ്. അതുകൊണ്ടാണ് തലേ ദിവസം വൈകുന്നേരം ചൊല്ലുന്ന യാമപ്രാർത്ഥന മുതലാണ് ഒരു പ്രധാനപ്പെട്ട ദിനങ്ങൾ ആരംഭിക്കുന്നു എന്നതിലാണ് പെസഹ വ്യാഴാഴ്ച വൈകുന്നേരം മുതൽ ഈസ്റ്റർ ത്രിദിനം ആരംഭിക്കുന്നതും. അന്ത്യത്താഴ ദീപബലി വാക്കിൽ തന്നെ അർത്ഥമാക്കുന്നത് പോലെ കുരിശുമരണത്തിന് മുന്നോടിയായി യേശുവിന്റെ അന്ത്യത്താഴമാണ് അനുസ്മരിക്കുന്നത്. പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനം, ക്രിസ്തീയ പൗരോഹിത്യത്തിന്റെ സ്ഥാപനം എന്നിവയും ഇവിടെ അനുസ്മരിക്കുന്നു. പെസഹ വ്യാഴാഴ്ചയിലെ തിരുക്കർമ്മങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് പാദക്ഷാളന കർമ്മം. പെസഹ ഭക്ഷിക്കുന്നതിന് മുൻപായി യേശു തന്റെ ശിഷ്യന്മാരുടെ പാദം കഴുകിയ സംഭവമാണ്. ശിഷ്യരുടെ പ്രതീകാത്മകമായി അൽമായരായ 12 പേരുടെ കാലുകളാണ് മുഖ്യ കാർമ്മികൻ കഴുകുന്നത്. അതോടൊപ്പം പെസഹ പൊതിയും നൽകാറുണ്ട്. പെസഹ വ്യാഴാഴ്ച വൈകുന്നേരമുള്ള വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ ഈസ്റ്ററിനെ വിശുദ്ധ കുർബാന ദേവാലയങ്ങളിൽ ഉണ്ടാകും. വെള്ളിയാഴ്ചയിലെ തിരുക്കർമ്മങ്ങളിൽ ദിവ്യബലി ഇല്ലാത്തതിനാൽ പെസഹ വ്യാഴാഴ്ചയിലെ ദിവ്യബലി മധ്യ ആശീർവദിച്ച ഓസ്തി ദേവാലയത്തിൽ തന്നെ പ്രത്യേകമായി സജ്ജീകരിച്ച് ഒരിടത്തേക്ക് മാറ്റിവെക്കുന്നു. ദുഃഖ വെള്ളിയാഴ്ച കുർബാന സ്വീകരണത്തിന് ഈ ഓസ്തിയാണ് ഉപയോഗിക്കുന്നത്. പെസഹ വ്യാഴാഴ്ച തിരുക്കർമ്മങ്ങളുടെ അവസാനം മുഖ്യ കാർമ്മികനോ സഹകാർമ്മികരിൽ ആരെങ്കിലുമോ ഓസ്തി സംബന്ധിച്ച അൾത്താരയിൽ നിന്നും പ്രദക്ഷിണയായി പ്രത്യേകമായി സജ്ജീകരിച്ചിരിക്കുന്നിടത്ത് വെക്കുന്നു. തുടർന്ന് അർദ്ധരാത്രി വരെ ദിവ്യകാരുണ്യ ആരാധനയായിരിക്കും. അൾത്താര അന്നേ ദിനത്തെ തിരുക്കർമ്മങ്ങൾക്ക് ശേഷം ശൂന്യമാക്കും. വിരികൾ, വിളക്കുകൾ തുടങ്ങിയ എല്ലാം തന്നെ അൾത്താരയിൽ നിന്ന് മാറ്റും. ക്രൂശിത രൂപങ്ങൾ മറച്ചു തന്നെ വെക്കും. റോമൻ കത്തോലിക്ക ക്രിസ്ത്യാനികൾ പെസഹ വ്യാഴാഴ്ച തിരുക്കർമ്മങ്ങൾക്ക് ശേഷം ജാഗരണ പ്രാർത്ഥനയിൽ ഏർപ്പെടും. കുരിശിന്റെ വഴി കേരളത്തിൽ പ്രത്യേകമായി പുത്തൻപാന പാരായണം എന്നിവ ഈ ജാഗരണത്തിന്റെ ഭാഗമാണ്. മോണ്ടി തെസ്ഡേ. മോണ്ടി എന്ന വാക്ക് ലാറ്റിൻ വാക്കാണ്. മാൻഡറ്റും എന്നതിൽ നിന്നാണ് വന്നത്. ഇതിനർത്ഥം കൽപ്പന എന്നാണ്. ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ കൽപ്പന നൽകുന്നു എന്നാണ്. ദേവാലയങ്ങളിൽ മണിനാദം നാം ശ്രദ്ധിക്കാറുള്ളതാണ്. എന്നാൽ ദുഃഖ ആഴ്ചയിൽ ഒരു പ്രത്യേക ദിവസം കഴിഞ്ഞാൽ ആ മണിനാദം ഉണ്ടാവില്ല. അതിന് പകരം മരമണിനാദമാണ് നാം കേൾക്കുന്നത്. അതെന്ന് മുതൽ, എപ്പോൾ വരെ എന്ന് പലർക്കും അറിയില്ല. ആ ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ. മണിനാദം സാധാരണയായി പെസഹ വ്യാഴാഴ്ച, അതായത് മോണ്ടി തെസ്ഡേ നടക്കുന്ന ദിവ്യബലി മധ്യേ ഗ്ലോറിയ കഴിയുമ്പോൾ, ആ ഗാനം കഴിയുമ്പോൾ പള്ളികളിൽ മണിനാദം ഉണ്ടാവില്ല. അതോടുകൂടി തന്നെ, അതായത് ഗ്ലോറിയ പാടുമ്പോൾ മണിനാദമുണ്ടാകും. അത് കഴിഞ്ഞാൽ മണിനാദം നിർത്തപ്പെടുകയാണ്. പിന്നെ ആ മണിനാദത്തിന് പകരം മരമണിയാണ് ഉണ്ടാവുന്നത്. മരമണിയെ ക്ലാപ്പർ എന്നും വിളിക്കാറുണ്ട്. ഈ മരമണി ഉപയോഗം ശനിയാഴ്ച രാത്രി, അതായത് ഉയിർപ്പ് തിരുനാളിൻ്റെ ഗ്ലോറിയ പാടുന്നത് വരെയാണ് മരമണി ഉപയോഗിക്കുന്നത്. ഗ്ലോറിയ പാടിക്കഴിഞ്ഞാൽ വീണ്ടും മണിനാദം തുടങ്ങും. വരുന്ന വർഷം പെസഹ വ്യാഴാഴ്ച രാത്രിയിലുള്ള ദിവ്യബലിയിലെ ഗ്ലോറിയ വരെ മണിനാദം ഉണ്ടാകും. ഇതിൻ്റെ അർത്ഥം കൂടി പറഞ്ഞുകൊള്ളട്ടെ. മണി നിർത്തുന്നത് ക്രിസ്തുവിൻ്റെ പീഡയും മരണവും
ഓർമ്മപ്പെടുത്താനാണ്. മരമണി ദുഃഖവും നിശബ്ദതയും സൂചിപ്പിക്കുകയാണ്. വീണ്ടും മണിനാഥം വരുന്നത് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സന്തോഷത്തിലാണ്. നമ്മൾക്ക് മരമണിനാഥം കേൾക്കുമ്പോൾ തന്നെ ആ ദുഃഖകരമായ അവസ്ഥയിലേക്ക് നമ്മുടെ മനസ്സ് പോകും. എന്നാൽ മണിനാഥം കേൾക്കുമ്പോൾ സന്തോഷമാണ് ഉണ്ടാവുന്നത്. അതിവിടെയല്ല, എവിടെയാണെങ്കിലും ഉയർപ്പിൻ്റെ സന്തോഷം, പ്രത്യാശയുടെ സന്തോഷം. പ്രിയരെ, നിങ്ങൾ വലിയ തിങ്കളാഴ്ചയും വലിയ ചൊവ്വാഴ്ചയും വലിയ ബുധനാഴ്ചയും നിങ്ങൾ അറിഞ്ഞു. എവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ദുഃഖാഴ്ചയുടെ ആശംസകളും നിങ്ങൾക്ക് നൽകുകയാണ്.